നമ്മൾ ഇന്ന് പുതിയ ഒരു ലേലം ആലാവിപണി സ്ഥലത്ത് ആരംഭിക്കുകയാണ്. നമുക്ക് ആലാവിപണിക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. കഴിഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഇതിനു മുമ്പ് ലേലം നടത്തിയിരുന്നു. ഒന്നൊരു ചാരിറ്റി പർപ്പസിലേക്കായിരുന്നു, അത് വലിയ സക്സസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ആല സ്കൂളിലേക്ക് ഒരു ബ്രഷ് കട്ടർ മേടിച്ചു കൊടുക്കാനായിട്ട് ഒരിക്കലും ഒരു ലേലം നടത്തി, അതും വൻ സക്സസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ആല സ്കൂളിലേക്ക് വിത്തുകൾ മേടിച്ചു കൊടുക്കാനായിട്ട് ഒരു ലേലം നടത്തി, അതും വൻ സക്സസ് ആയിരുന്നു. സ്കൂളിൽ നല്ല രീതിയിൽ പച്ചക്കറി കൃഷി നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ലേലം ഇന്ന് നടത്തുന്നത് അമേരിക്കൻ ഓപ്ഷൻ രീതിയിലാണ് ലേലം നടത്തുന്നത്. ലേലം വിളിക്കുന്ന ആൾ 10 രൂപയാണ് ലേലത്തുക എന്ന് പറയുന്നത്. അത് ജോസാറിൻ്റെ 10 രൂപ കൊടുക്കണം. കൃത്യമായിട്ട് നമുക്ക് കണക്കുണ്ടായിരിക്കും. നമുക്കൊരു 800 രൂപ വെക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ അപ്പുറത്ത് നമ്മൾ ആലാവിപണി നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഫലവൃക്ഷത്തൈകളുടെ എല്ലാം ചെവിട് വൃത്തിയാക്കാനായിട്ട് ആ ഫണ്ട് ഉപയോഗിക്കുന്നതായിരിക്കും. ഒരു കമ്മീഷനും ഒന്നും എങ്ങും പോകത്തില്ല, കൃത്യമായിട്ട് കണക്കുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലേബർ ചാർജ് 800 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ലേലം ആരംഭിക്കുകയാണ്. തെങ്ങിൻ തൈ ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു. 50 രൂപയ്ക്ക് ഒരു വർഷം മുമ്പ് നമ്മുടെ കൃഷി ഓഫീസിൽ നിന്ന് മേടിച്ചതാണ്. അതിങ്ങനെ മൂലക്കിരിക്കുമായിരുന്നു, അതിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ജോസാറ് ലേലം വിളി ആരംഭിക്കുന്നു. ആയിക്കോട്ടെ ജോസാ. ആരംഭിക്കാണ്. തുടക്കം 50-ലാണ്. 50 രൂപ തുടക്കം, പിന്നെ 40. ആയിക്കോട്ടെ, ആരാന്ന് വെച്ചാൽ വിളിക്കുക. പിന്നെ 40. ആദ്യം 50 രൂപ ഉദ്ഘാടനം ചെയ്ത ആദ്യം 50 രൂപ കൊടുത്തൊരു ഉദ്ഘാടനം ചെയ്തേ. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് പങ്കെടുക്കാൻ ശ്രമിക്കണേ. നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ്. എല്ലാവരും ഒന്ന് പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പച്ചൻസ് 50 രൂപ തന്നിട്ടുണ്ട്. ഈ കണക്കൊന്ന് എഴുതിക്കോ. സാജു 50 രൂപ ഒന്ന് എഴുതിക്കോ. സാജു 50 രൂപ. അക്കൗണ്ടന്റായിട്ട് അനിയച്ചാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏൽപ്പിച്ചേട്ടാ തെറ്റൊന്നും ശ്രദ്ധിച്ചോണേ. കുര്യൻ സാർ 10 രൂപ. ഒന്ന് എഴുതിക്കോട്ടെ. പൈസ കൊടുക്കണം. കൺഫ്യൂഷൻ. ചേച്ചിയമ്മ 10. അങ്ങനെയല്ല പറയണ്ടേ. 160 തുക 160 ആയോ? അതാ പറയണ്ടേ. അപ്പൊ ഇന്നലല്ലോ 1 മിനിറ്റ്. 10 രൂപ. സുശീല 10. ഗോപിനാഥൻ നായർ 20 രൂപ വിളിച്ചിരിക്കുന്നു. 20 രൂപ. ലാസ്റ്റ് വിളിക്കുന്ന ആൾക്ക് തെങ്ങുന്ന അജി 2. അജി 10 രൂപ. നമ്മുടെ പേര് ഞാൻ പറഞ്ഞത് ഓതറയിൽ നിന്ന് ജോസ് ചാൻ 10 രൂപ. ഓതറ ജോസ് 10 രൂപ. അനിയച്ചാൻ 50 രൂപ. 50 രൂപ. ശാന്തമച്ചേരി 10 രൂപ. 10 രൂപ. അനിയച്ചാൻ 50 രൂപ. അനിയച്ചാൻ പേരെഴുതാൻ മറന്നുകൊണ്ട. അനിയച്ചാൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് പേരെങ്ങനായിരുന്നു? മുരളി. ശ്രീ മുരളി 10 രൂപ. അപ്പച്ചൻസ് 10 രൂപയുടെ വിളിച്ചിരിക്കുന്നു. അപ്പച്ചൻസ് 10 രൂപ. സാജു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പഴയ ക്ലാസ്മേറ്റ് 10 രൂപ ഇട്ടിരിക്കുന്നു. സാജു വീണ്ടും 10 രൂപ ഇട്ടിരിക്കുന്നു. അപ്പച്ചൻസ് 10 രൂപ ഇട്ടിരിക്കുന്നു. നമ്മുടെ എമീസ് കിച്ചൻ 10 രൂപ ഇട്ടിരിക്കുന്നു. എമീസ് കിച്ചൻ 10 രൂപ ഇട്ടിരിക്കുന്നു. ശ്രീവിദ്യ 20 രൂപ ഇട്ടിരിക്കുന്നു. ശ്രീവിദ്യ 20 രൂപ. എന്ത് എവിടെ? ഇതാണ് സജീവ് വെളുത്തേരിൽ 100. കൊടുക്ക. അനിയച്ചാൻ എന്തായാലും നല്ല പണിയാ കൊടുത്തത്. ഒറ്റയടിക്ക് 100 രൂപ കൊടുത്തു. 100 രൂപ. 50 രൂപ. അപ്പച്ചൻസ് 50 രൂപ എടുത്തു. 50 രൂപ എടുത്തു. വാശിയേറിയാലും അപ്പച്ചൻസ് 50 രൂപ. ഉത്തമൻ ചേട്ടാ, താങ്ക് യു. ഈ ഐഡിയക്ക് താങ്ക് യു. ഓക്കെ. 100 രൂപ. സാജു എത്ര? 10 അല്ലേ? ഇപ്പൊ 50. കരിമ്പിൻ ജ്യൂസായിട്ട് ആള് വരുന്നു. തെങ്ങും തൈ പിടിക്കുന്നോ? 10 രൂപയേ ഉള്ളൂ. ലാസ്റ്റ് ആക്ക തെങ്ങും തൈ. ലേലത്തിൽ എല്ലാവരും ഒന്ന് പങ്കെടുത്തേ. നമുക്ക് ആ റോഡ് സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കാനുള്ളതാണ്. ലേലം
എല്ലാം നമ്മൾ വൃത്തിയാക്കുന്നതായിരിക്കും. വേണ്ട ഇതാരാ അനിയച്ച 50 രൂപ ഇട്ടിരിക്കുന്നു. അനിയച്ചാന്റെ പേഴ്സൊക്കെ നല്ല കരത്തിലോട്ട് ഇരിക്കുന്നു. കുഞ്ഞുമോൻ 10 കുഞ്ഞോൻ ചേട്ടൻ 10 രൂപ. ആർക്കാ തെങ്ങിന്റെ നോക്കാം. പറയണം അവരോട് പറ. ലേലത്തിൽ ആരും പങ്കെടുക്കുന്നില്ലേ? ലേലം ഒന്ന് പങ്കെടുത്തിട്ട് പോ. വെറും 10 രൂപയുള്ളൂ. ആ സ്കൂളിന്റെ വളവിലെ ആ കാടെല്ലാം വൃത്തിയാക്കാനാ. 10 രൂപയുള്ളൂ. 10 രൂപ. വേണ്ട അപ്പമേ ഒരു 10 രൂപ കൊടുത്തേ. ഇവിടെ ഒരു ലേലം നടന്നുകൊണ്ടിരിക്കുക. അവിടെ സ്കൂളിന്റെ വളവിലെ ഇഷ്ടമുള്ളതല്ലേ. മിനിമം 10 രൂപയുള്ളൂ. കൊടുത്തേ കൂട്ടുകാരി ലേലത്തിൽ പങ്കെടുത്ത് 10 രൂപ. ആശാരി എടുക്കലേ ദീപ ചേച്ചി 10 രൂപ. 10 രൂപ ഇഷ്ടമുള്ള പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ദീപ ചേച്ചിയുടെ കൂട്ടുകാരി പങ്കെടുക്കുന്നോ ലേലത്തില്? 10 രൂപ മിനിമം. എന്നൊന്നും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്ന വീഡിയോ ആണ്. ഇനി ആരുമില്ലേ? പങ്കെടുക്കുന്നില്ലേ? ഇനി ആരാ ലേലത്തിൽ ആരെങ്കിലും പങ്കെടുക്കുന്നില്ലേ? ഇനിയും അച്ഛ അങ്ങോട്ട് കാശൊക്കെ വലിച്ചെറിഞ്ഞ് അങ്ങോട്ട് വീഴ. അച്ഛാ ഇതിന് ഞങ്ങൾ ഉത്തരപ്പള്ളിയൊക്കെ വെട്ടിത്തരാം. ടോട്ടൽ 460 രൂപ എന്നാ തോന്നുന്നത്. എത്രയാ? നമുക്കൊരു 800 രൂപ ആയാലേ ഒരാളിനെ നിർത്താൻ പറ്റത്തുള്ളൂ. വിനോദ ലേലത്തിൽ പങ്കെടുക്കുന്നില്ലയോ? എല്ലാ വിപണിയിലും വരും, എന്നിട്ട് ഒരു ലേലത്തിൽ പങ്കെടുക്കത്തുമില്ല. പാപ്പച്ചായന് 100 രൂപ. പാപ്പച്ച നമ്മുടെ റോഡിന്റെ സവച്ചാൻ എത്ര ഇടുന്നേ? പാപ്പച്ചാന്റെ 100 രൂപ എഴുതിക്കോ. തന്നിട്ടില്ല, പാപ്പച്ചാൻ തരും കേട്ടോ. ഓതറയിലെ ജോസ് 10 രൂപ. ഓതറ ജോസ് 10. പാപ്പച്ചാന്റെ 100 എഴുതിയിട്ടുണ്ടേ. ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ആലാ വിപണി പ്രവർത്തകർ അവിടെ കഷ്ടപ്പെട്ട് നട്ടു വളർത്തിയിട്ടുള്ള ഒത്തിരി വൃക്ഷത്തൈകൾ നിൽപ്പുണ്ട്. അതെല്ലാം അവിടെ ഓമയ്ക്ക കിട്ടും, പേരയ്ക്ക കിട്ടും, ഞാവല് കിട്ടും. ഈ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് കിട്ടും. എല്ലാവരും ലേലത്തിൽ പങ്കെടുക്കണം. പാവയ്ക്കൊക്കെ തീർന്നെന്ന് തോന്നുന്നു. ശിവപ്രസാദ് ചേട്ടൻ ചെങ്ങന്നൂരിൽ നിന്നെത്തി നമ്മുടെ നാട് വൃത്തിയാക്കാനായിട്ട് 10 രൂപ കൊടുത്തിട്ടുണ്ട്. ശിവപ്രസാദ് ചേട്ടൻ 10 രൂപ. നേരത്തെ KSRTCയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ശിവപ്രസാദ് ചേട്ടന്. ചെങ്ങന്നൂരിൽ നിന്നെത്തിയിരിക്കുകയാണ്. ഇനി ആരാണ് പങ്കെടുക്കുന്നത്? ലാസ്റ്റ് ആൾക്കാണ് തെങ്ങുംതൈ. ലാസ്റ്റ് തെങ്ങുംതൈ ആർക്കാണ്? എൻ്റെ തെങ്ങുംതൈ ഞാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. തെങ്ങുംതൈ ഞാൻ കൊണ്ടുവന്നതാണ്. ഇനി ആരാ? അടുത്ത ആളാരാ? തെങ്ങുംതൈ ഇപ്പൊ ലാസ്റ്റ് ശിവപ്രസാദ് ചേട്ടൻ്റെ അടുക്കലാണ് നിൽക്കുന്നത് കേട്ടോ. ആരാ? സുരേഷ് ഹിമഗിരി 20 രൂപ. ലാസ്റ്റ് എത്തി. ഇപ്പൊ സുരേഷ് ഹിമഗിരി 20. നമ്മുടെ ഉത്തമൻ ചേട്ടൻ 10 രൂപ. ലാസ്റ്റ് ഉത്തമൻ ചേട്ടൻ എത്തിക്കുക. ലാസ്റ്റ് ഇപ്പം ഉത്തമൻ ചേട്ടനിലെത്തി നിൽക്കുന്നു. അടുത്ത ആൾക്ക് ഇതിനിടെ ശ്രദ്ധിക്കുക, ഇവിടെ വടയുണ്ട്, ചിപ്സ്, പല സാധനങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ മേടിക്കാനായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ പല സാധനങ്ങളൊക്കെ വിൽക്കാനും ഇരിപ്പുണ്ട്. അതിനിടെ ലേലവും നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെ ഇത്? ലേലത്തിൽ പങ്കെടുക്കുക.
നമുക്കതെല്ലാം വൃത്തിയാക്കാം. ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ വൃത്തിയാക്കാം. സ്പോൺസർ ചെയ്യാൻ പലരും ഉണ്ട്, പക്ഷേ നമുക്ക് അങ്ങനെ സ്പോൺസർഷിപ്പ് വേണ്ട. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ടൻ കാപ്പിയും ആലാവിപണി ചർച്ചയുണ്ട് കേട്ടോ. അത് അടുത്ത പരിപാടി. 5:30 പാട്ട് പാടുന്നില്ലേ? ഇപ്പം വരാം. 5:30 ഇവിടെ പാട്ട് പാടിയിട്ട് വാ. നമുക്ക് ക്രിസ്മസ് പാട്ട് പാടിയിട്ട് വാ. 5:30 ക്രിസ്മസ് പാട്ടുകൂടെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടേ പോകാം എല്ലാവരും. കഴിഞ്ഞ വർഷം നമ്മൾ പാട്ട് പാടിയതാ ഇവിടെ. അച്ചകുഞ്ചാൻ 10 രൂപ എന്നിട്ട് ലേലത്തിൽ പങ്കെടുത്തിരിക്കുന്നു. 10 രൂപ. ലാസ്റ്റ് തെങ്ങുന്ന അവിടെ നിൽക്കുവാണ്. പങ്കെടുക്കുന്നോ? പങ്കെടുക്ക്. 10 രൂപ കൊടുത്താൽ മതി. പങ്കെടുക്ക്. ഒരു നാടിൻ്റെ ശവമോഷത്തിന് വേണ്ടിയാണ്. ഇതെന്താ നമ്മുടെ മനോഹരൻ ചേട്ടൻ 50 ആണോ? മനോഹരൻ ചേട്ടൻ തന്നെ 50 രൂപ. നമ്മുടെ റോഡ് സൈഡ് ക്ലീൻ ചെയ്യാനാ കേട്ടോ. അധികാരവർഗം മറന്നുപോയ സാഹചര്യത്തിൽ നമ്മളൊക്കെ അത് ക്ലീൻ ചെയ്യാം. നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. മനോഹരൻ ചേട്ടൻ 50 രൂപ. പ്രമുഖ കർഷകനാണ് അദ്ദേഹം. 50 രൂപ. അടുത്ത ആൾ ആരാ? രണ്ട് ലാസ്റ്റ് മികച്ച കർഷകരിൽ തന്നെ പോയി നിൽക്കുവാണ്. മറക്കണ്ട, ഇതേ സമയത്ത് കരിമ്പിൻ ജ്യൂസ് അവിടെ ഉണ്ട് കേട്ടോ. കരിമ്പിൻ ജ്യൂസ് ഉണ്ട്, വടയുണ്ട്. ഇതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. കരിമ്പിൻ ജ്യൂസും വടയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കേക്ക് ഇന്ന് കൊണ്ടുവരാനുള്ള കേക്കെല്ലാം തീർന്നുപോയി. അതുകൊണ്ട് ചൊവ്വാഴ്ച പുത്തങ്കാവിണിയിൽ അവർ എത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് ലേലത്തിൽ പങ്കെടുക്കുന്നില്ലേ? അടുത്ത ആൾക്കാരും ലേലത്തിൽ പങ്കെടുക്കുന്നില്ലേ? ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് സ്പോൺസർ ചെയ്യാൻ നമുക്ക് ആർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കണം, അധികാരവർഗത്തിൻ്റെ അലക്ഷ്യത കാരണമാണ് നമ്മുടെ ഈ നാട്ടിലെ റോഡിൽ കൂടെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റാത്ത സാഹചര്യം ഉണ്ടായത്. അത് കാരണം അവരെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരിക്കൽ കൂടെ പറഞ്ഞു, ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിവിടെ മീറ്റിംഗ് നടത്താനും പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ സമയമുണ്ട്. നാടിൻ്റെ യാതൊരു കാര്യങ്ങളിലും ഇടപെടാൻ അവർക്ക് സമയമില്ല. കാരണം അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതായിട്ട് അവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആല ഒരു കൊച്ചു സ്ഥലമൊന്നുമല്ല. കുക്രി ഷിപ്പിലെ 2 ആലക്കാർ മരിച്ചിട്ടുണ്ട്, രക്തസാക്ഷികളായതാണ്. പേരെങ്ങനെയായിരുന്നു? ശശിധരൻ 10 രൂപ. ശശിധരൻ 10 രൂപ. തെങ്ങുന്ന ഇപ്പം പോവും. ശശിധരനിലാണ് ലാസ്റ്റ് എത്തി നിൽക്കുന്നത്. ഒരു വർഷമായിട്ട് തെങ്ങുന്നേ പോകാണ്. ശശിധരനിലാണ് ലാസ്റ്റ് എത്തി നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്നത് ലാസ്റ്റ്. ഞാനൊരു 20 രൂപയുടെ കൊടുക്കുവാണ്. തെങ്ങുന്നേ കൂടാതെ ഒരു 20 രൂപയുടെ 20 രൂപ. സാജു പിടിക്ക്. സാജു അങ്ങോട്ട്. ഞാനിത് കൊണ്ട് ഞാൻ കുഴിച്ചു വെക്കാൻ നടക്കണവര്. ഞാൻ തന്നെ കുഴിച്ചു വെക്കണം. വേണ്ട, ആരിത് മേടിച്ചോണ്ട് പോയാലും ഞാൻ കുഴിച്ചു വെച്ചു തരാം. വീട്ടിൽ വന്ന് പിടിച്ചത് അതാ ആ വിഷമം വേണ്ട. സഹിച്ചായോ? കുഴിച്ചു വെക്കാമെന്ന് ഞാൻ പറഞ്ഞു. പിടിക്ക്. ആരെങ്കിലും പിടിക്കേ. വെറുതെ ഞാൻ കൊണ്ടുപോട്ട സാഹചര്യം ഉണ്ടാകണ്ട. പിടിക്ക്. ആരെങ്കിലും പിടിക്കേ. അച്ഛൻ പിടിക്കുന്നില്ലയോ? 10 രൂപ എടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു തെങ്ങ് തൈ വെറും 10 രൂപയ്ക്ക് ലേലത്തിൽ പിടിച്ചോണ്ട് പോകാൻ പറ്റും. നമ്മുടെ മനുവിൻ്റെ മോന് അതുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. മനു ഉണ്ടായിരുന്നേ സ്പിരിച്ചൊന്നും ആയിരുന്നിരുന്നില്ല. മനു ഉണ്ടായിരുന്നേ ഇപ്പം കയറ്റി വിളിച്ചോണ്ടങ്ങ് പോയേനെ. മനുക്കുഞ്ഞിൻ്റെ മോൻ 10 മോൻ്റെ പേരെന്തായിരുന്നു? ആരോൺ 10 രൂപ പിടിച്ചിരിക്കുന്നു. നമസ്കാരം. എളുപ്പാട്ട്. ആലാവണി ക്രിസ്മസ് പാട്ടുള്ളതായത്. എളുപ്പമൊന്ന് പിടിച്ചേ. ഇപ്പൊ ആരാ ലാസ്റ്റ് തന്നെ? മനുവിന്റെ മോനെ പോരുതേ. അവിടെ നിൽക്ക്. ആരോൺ ഇപ്പൊ എന്തോ ആയിട്ടുണ്ട് എല്ലാം കൂടെ. സഹിച്ചാൻ 20 രൂപ. ഇതാ 20 രൂപ. എന്നെ കൊണ്ട് പണി ചെയ്യിക്കുമെന്ന് തോന്നുന്നു. ഞാൻ അവിടെ പോയിട്ട് കുഴിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു കേട്ടോ. എന്നോട് ഏതാണ് ദേഷ്യമുള്ളവരാണ്. എന്നെ കൊണ്ട് കുഴി ഒഴിപ്പിക്കാനാണ് അവിടെ. പറഞ്ഞേ എന്നോടുള്ള ഏതോ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു.
അതോ ബാബാ ആരും പിടിക്കാനില്ലേ ഇനിയും? പിടിച്ചേ പിടിച്ചേ പിടിച്ചേ. അവിടെ കുഴി പിടിക്കാൻ പുതിയ ആളിനെ കിട്ടി, എന്നെ കിട്ടി, അതുകൊണ്ടാ. പിടിക്കുന്നോ? 10 രൂപ 10 രൂപ കൊടുക്കേ കൊടുക്കേ. കുഞ്ഞുവൻ 10, വലിയ കാലായിൽ കുഞ്ഞുവൻ. ആ തെങ്ങിൻ തൈ കൊണ്ട് പോകുന്ന ലക്ഷണമാണ് കേട്ടോ. പടപടാന്ന് പറഞ്ഞിങ്ങോട്ട് എടുക്കേ കാശ്. വരൂ 100 രൂപ ഇട്ടു. വരിക്കഞ്ഞ് ദൂരിട്ട് പഴയ അല്ല അല്ലല്ല 120 അല്ലേ വന്നിട്ടുള്ളൂ. ആ ആലോചിക്കാണ്. ഇനി പൈസ കൊടുത്തിട്ടേ ഉള്ളൂ. അതാണ് വീണ്ടും മനുവിന്റെ അതേ വാശി, മനുവിന്റെ അതേ ഊര്. ആ അടിപൊളി. കൊടുക്കേ. ഞാൻ പേര് പറഞ്ഞു വിജയകുമാർ. എക്സ് സർവീസ് വിജയകുമാർ പിടിച്ചിരിക്കുന്നു. എക്സ് സർവീസ് വിജയകുമാർ. എക്സ് സർവീസ് വിജയകുമാർ പിടിച്ചിരിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എളുപ്പം പിടിച്ചോണം, അല്ലെ ഇതിപ്പം പെടുക്കരെ കൊണ്ടുപോകും. മനുവിന്റെ മൻ വീണ്ടും എത്ര 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 ആരോൺ എത്രയായിരുന്നു? സാജു 20, ആരോൺ 10, സാജു 20. ശാന്ത വെച്ചെത്തി, ശാന്ത വെച്ചേച്ചി എത്തിയേ, ശാന്ത വെച്ചേച്ചി എത്തിയേ. അതെത്രയായിരുന്നു? 20. ശാന്ത വെച്ചേച്ചി 20, ശാന്ത വെച്ചേച്ചി 20. ഇനി ആരുണ്ട്? ഇനി ആരുണ്ട്? ഇവിടെ വടയൊക്കെ ഏർപ്പെട്ട് മേടിച്ചാണേ, സാധനങ്ങളൊക്കെ ഇരിക്കുന്നു. മരിക്കുഞ്ഞ് വീണ്ടും വാശി, വീണ്ടും വാശി. അതെത്ര? 20. മനു 20, ആരോട് 20, ആരോട് 20. ആ ദാ പേരെങ്ങനെയായിരുന്നു? പേര് സരസമ്മ. എത്രയായിരുന്നത്? 10 10 10. സരസമ്മ 10. ഉത്തമ ചേട്ടാ സ്പെഷ്യൽ താങ്ക് യു. ഇങ്ങനെയുള്ള ലോകപരിചയങ്ങളൊക്കെ എല്ലാവരും ഇവിടെ വിനിയോഗിക്കണം. അങ്ങനെ ആകുമ്പോൾ ഈ നാടിൻ്റെ പിന്നോക്കാവസ്ഥ മാറ്റാനായിട്ട് സാധിക്കും. ആ ഇങ്ങനെയാണ് ലേലം വേണ്ടേ. നമ്മുടെ അമേരിക്കൻ ഓപ്ഷൻ സജസ്റ്റ് ചെയ്ത് നമ്മുടെ ചെങ്ങന്നൂർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഗോപകുമാർ സാറാണ്. ആദ്യത്തെ ലീവിൽ കേക്ക് തന്നു ക്രിസ്മസ് പരിപാടിക്ക്. അങ്ങനെ 5 പൈസ 10 പൈസ ലേലം വിളിച്ച് അവസാനം ഒരുത്തർ 5 പൈസക്ക് കേക്ക് കൊണ്ടുപോയി. നാട്ടുകാർ പൊതിഞ്ഞ് ഓടി കാച്ചുവള്ളിയെ പിരിക്കാൻ കേക്കും പോയി. ആരായിരുന്നു? അറിയത്തില്ല, ഞങ്ങൾ തീർച്ചയായില്ല. വാസു കേട്ടോ. ഇനി അടുത്താരാണ്? അടുത്താരാണ്? വെറും 10 രൂപ. വെറും 10 രൂപ, വെറും 10 രൂപ. ആർക്ക് വേണേലും വേണമെങ്കിൽ സ്വർണ്ണമോതിരൊക്കെ ഊരി കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ആരോടെ? സാജു 10, സാജു 10, സാജു 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 10. അച്ഛൻ കുച്ചാൻ, അച്ഛൻ കുച്ചാൻ 50, അച്ഛൻ കുച്ചാൻ 50, അച്ഛൻ കുഞ്ഞ് 50 50 50. പേപ്പർ തികത്തില്ലെന്ന് പറഞ്ഞു. നമ്മുടെ അടിപൊളി ലേലമാണിത്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും. കാരണം നമ്മളെ സർക്കാർ ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുക ടാക്സിൽ. അപ്പം നമ്മുടെ പണം കൃത്യമായിട്ട് എവിടെയെങ്കിലും എത്തത്തക്ക രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇനി എന്താ ആരെങ്കിലും ഉണ്ടോ? അടുത്തതാരാ? ആ അടുത്ത ആഴ്ച നമ്മൾ ലേലം തുടരും. അടുത്തൊരു പരിപാടിക്ക് വേണ്ടി വേണ്ട ആരെങ്കിലും പിടിച്ചോണം, വാശിയോട് പിടിച്ചോണം. അരുണേ എങ്ങനെ അമ്മ എവിടെ ആകാംക്ഷയോടെ നിൽക്കുന്നു. അഞ്ചരക്ക് ക്രിസ്മസ് കരോളം പാട്ടുള്ളതാ ഇവിടെ. ഇനി 3 പേരുടെ ഉള്ളു കേട്ടോ. 10 10 10. ഇനി 2 പേർക്കൂടെ ചാൻസ് ഉള്ളൂ.
സാജു ലാസ്റ്റ് 10 എത്തിയിരിക്കുന്നു. 2 പേർക്കൂടെ ചാൻസ് ഉള്ളൂ. അച്ഛൻ അനുതാമതിരിക്കുന്നു. ഒരു പിടിച്ചങ്ങോട്ട് കൊടുത്തേ. 50. എത്ര അടുത്ത്? 30 ഇത് തന്നെയാണ് വരൂ. കറക്റ്റ് വരൂ. അടിപൊളി. നമ്മുടെ ഇന്നത്തെ ഈ തെങ്ങിന്റെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ കുരുമ്പോളിലെ മനുക്കുഞ്ഞിന്റെ മകൻ ആരോണാണ്. എമൗണ്ട് എല്ലാം എത്ര ആയിട്ടുണ്ടോ? ഈ തെങ്ങിന്റെ കൊണ്ടുപോയി കുഴിച്ചു വെക്കട്ടെ. എന്നിട്ട് നമുക്ക് കരിക്കുവായിട്ട് വരണം. എല്ലാ ആശംസ നേരുമാണ്. മനുവേ അരുണെ കയറി തന്നെ അങ്ങോട്ടെ മേടിച്ചേ. അവിടെ കയറി തന്നെ. ആ കൊടുത്തോ. ആ കൈ കാണിച്ചാൽ മതി. ജോസ് കാണിച്ചാൽ മതി. ഓക്കെ. ഓക്കെ. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. നമ്മുടെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ്. നമുക്കിത് പല കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഓക്കെ, വെൽക്കം. ഒന്ന് എണ്ണിക്കേ. എൻ്റെ പാപ്പച്ചാൻ്റെ 100 രൂപ. പാപ്പച്ചാൻ്റെ 100 രൂപ. എഴുതിയിട്ടുണ്ട്. ടോട്ടൽ എത്ര ചോദിച്ചാ? നേരത്തെ ലേലം കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ 1200 രൂപ ഉണ്ടോ മൊത്തം ഇന്നത്തെ ലേലത്തിൽ കൂടി നമുക്ക് മൊത്തം 1200 രൂപ ലഭിച്ചിട്ടുണ്ട്. ഒരാളുടെ ലേബർ ചാർജ് 800 രൂപ. നമുക്ക് ആളിനെ നിർത്തണോ അതോ ആളിനെ നിർത്തിച്ചേക്കാം? അതൊക്കെ ബ്രഷ് കട്ടർ ഉപയോഗിച്ച് ചെയ്യണോ എന്നുള്ള ഇതാണ്. നമുക്ക് ആളിനെ നിർത്തി തന്നെ ചെയ്യിക്കാം. ആളിനെ നിർത്തി നമുക്ക് ചെത്തിച്ചെടുക്കാം. അതിന് നമ്മളവിടെ പല സാധനങ്ങളും നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം റെഡിയാക്കണം. എത്ര ജോസ്? 1200 രൂപ. 1200 രൂപ മേടിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചോട്ടെ. ഒരു മിനിറ്റ്. ഇതാണ് നമ്മുടെ ലിസ്റ്റ്. കണ്ടല്ലോ. ഞാൻ ഒരിക്കൽ കൂടെ ലിസ്റ്റ് ഒന്ന് കാണിക്കാം. വേണ്ട ഇനിയും വിളിക്കണ്ട. ഇന്ന് ഇത് മതി. നമ്മുടെ ക്രിസ്മസ് പാട്ടുണ്ട് ലിസ്റ്റ്. ഓക്കെ.